വീട്ടിലെന്നാണെങ്കിൽ ഒതുക്കാനും പെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാമാട്ടി ആണെങ്കിൽ ഒന്നിനും സമ്മതിക്കത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അന്ന് മഴയും ഉണ്ടായിരുന്നു. അവളെ കോട്ടിടിപ്പിച്ച് അച്ഛന്റെ കൂട്ടത്തില് അമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ നോക്കുവാണ്. പക്ഷെ അവൾ എന്താ കോട്ടിടാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ അവളെ മഴ നനയിപ്പിക്കുമെങ്കിൽ അവളെ കുളിപ്പിക്കുന്നതിന് മുമ്പായിരിക്കും കേട്ടോ മഴ നനയിപ്പിക്കാറുള്ളത്. ഇത് കുളിപ്പിച്ച് ഒരുപാട് സമയമായതുകൊണ്ട് അവളെ കോട്ടിടാണ്ട് വിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കരഞ്ഞു കൂവി മാമാട്ടി തന്നെ കോട്ടെടുത്ത് വലിച്ച് ദൂരെ എറിയുന്നുണ്ടേ. അങ്ങനെ മാമാട്ടിയുടെ കൂട്ടണ്ട് അച്ചായി തനിയെ പോയി. ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം കേട്ടാ. എന്നേലും മുമ്പ് വീടിന്റെ അകത്ത് കയറി മാമാട്ടി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി ഒന്നിനും സമ്മതിക്കത്തില്ല അവള്. അതുകൊണ്ട് ഞാൻ അമ്മേനെ അവളെ ഏൽപ്പിച്ച് കഥ കടച്ചിട്ടാണ് കേട്ടാ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. സാന്ദ്രയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ 2 സാരി കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഒതുക്കി പെറുക്കി വെക്കണമായിരുന്നു. അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണേ ഞാനിവിടെ. അങ്ങനെ പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ സാരികളും നല്ല പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല. അങ്ങനെ ഒതുക്കി പെറുക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും ഇവർ 2 നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ.